മലങ്കര കാതലിക് ടിവിയിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇപ്രകാരം പഠിക്കുകയുണ്ടായി. ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് അവസാനം കൊടുത്ത ദൗത്യം മാർക്കോസ് 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. അപ്പോൾ സഭയ്ക്ക് അടിസ്ഥാനപരമായി ഒറ്റ ദൗത്യമേ ഉള്ളൂ: ലോകമെങ്ങും പോയി എല്ലാവരോടും യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം പ്രഘോഷിക്കണം. എന്നാൽ അതിന് 3 അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഗോ ആൻഡ് ടീച്ച് ദ ഗോസ്പൽ, ഗോ ആൻഡ് സെലിബ്രേറ്റ് ദ ഗോസ്പൽ, ഗോ ആൻഡ് ലീവ് ദ ഗോസ്പൽ. നിങ്ങൾ സുവിശേഷം പഠിപ്പിക്കണം, നിങ്ങൾ സുവിശേഷം ആഘോഷിക്കണം, നിങ്ങൾ സുവിശേഷം ജീവിക്കണം. ടീച്ച്, സെലിബ്രേറ്റ് ആൻഡ് ലീവ്. കാറ്റഗേസിസ്, ലിറ്റർജി ആൻഡ് വിറ്റ്നസിങ്. അപ്പോൾ സഭയുടെ ഈ 3 ദൗത്യങ്ങൾ, കാറ്റഗേസിസ്, ലിറ്റർജി ആൻഡ് വിറ്റ്നസിങ്, ഈ 3 ദൗത്യങ്ങളും പരസ്പരം ബന്ധിതമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒന്ന് മറ്റൊന്നിലേക്ക് തുറന്നുകൊണ്ടിരിക്കുന്ന, ഒന്ന് മറ്റൊന്നിലേക്ക് ആനയിക്കുന്ന, പരസ്പരം ബന്ധിതമാണ് ഈ 3 ശുശ്രൂഷകളും. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുക എന്ന അടിസ്ഥാന ദൗത്യത്തിന് 3 അർത്ഥതലങ്ങളുണ്ടെന്നും അവ 3ഉം പരസ്പരം ബന്ധിതമായിരിക്കുന്നുവെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ ടീച്ച്, സെലിബ്രേറ്റ് ആൻഡ് ലീവ്, ഈ 3 ദൗത്യങ്ങൾ യേശുവിൻ്റെ മിശിഹായിക്കടുത്ത ത്രിവിധ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നുള്ള യേശുവിൻ്റെ ത്രിവിധ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മളെ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഈ എപ്പിസോഡിൽ പ്രത്യേകമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാറ്റഗേസിസിൻ്റെ മതബോധനത്തിൻ്റെ ലക്ഷ്യമെന്താണ്, ഉദ്ദേശ്യം എന്താണ്? അതൊരു നിർവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു വ്യക്തിയെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ യേശുക്രിസ്തുവുമായും പരിശുദ്ധ തൃത്വത്തിലെ പിതാവുമായും പരിശുദ്ധാത്മാവുമായും ആഴമായൊരു ബന്ധത്തിലേക്ക് നയിക്കുകയും അങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാനായി രൂപപ്പെടുത്തുകയും അതിലൂടെ നിത്യരക്ഷയെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മതബോധനത്തിൻ്റെ ലക്ഷ്യം. 3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിനോടും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ബന്ധപ്പെട്ട ഒരു ജീവിതശൈലിയിലേക്ക് നയിക്കുക. പരിശുദ്ധ തൃത്വത്തിലെ ഓരോ വ്യക്തിയുമായും ആഴപ്പെട്ടൊരു ബന്ധം സ്ഥാപിക്കുക. രണ്ടാമതായി, യഥാർത്ഥ ക്രിസ്തീയ സഭാജീവിതത്തിന് വ്യക്തിയെ ഒരുക്കുക. മൂന്നാമതായിട്ട്, നിത്യരക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ യേശുവിനോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കുക. ഈ 3 കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുക. അതിന് ഉള്ള മാർഗമാണ്, വഴിയാണ് മലങ്കര സഭയുടെ വിശ്വാസ ജീവിതം. അപ്പം മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ 3 ലക്ഷ്യങ്ങളും ഒരു വ്യക്തിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക. ടു ഇനിഷ്യേറ്റ്, ഇൻ്റഗ്രേറ്റ്, ഇൻകോർപ്പറേറ്റ് ഇൻ ടു ദി ഫെയ്ത്ത് ലൈഫ് ഓഫ് ദ ചർച്ച്. അപ്പം മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വേണം ഒരു വ്യക്തിയെ ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യാൻ. അപ്പോൾ ഒരു ചോദ്യം ഉണ്ട്, എന്താണ് മലങ്കര സഭയുടെ വിശ്വാസ ജീവിതം? മലങ്കര സഭയ്ക്ക് തനതായ യുണീക്കായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതമുണ്ടോ? കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുണ്ട് നമ്മൾ മനസ്സിലാക്കി. 24 സഭകൾക്കും തനതായ വിശ്വാസ ജീവിത ശൈലിയുണ്ട്, ആധ്യാത്മികതയുണ്ട്, ഇത് നമുക്കറിയാം. അപ്പോൾ മലങ്കര സഭയുടെ മതബോധനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്നതിനുള്ള മാർഗം മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പഠിക്കുകയുണ്ടായി. സഭയിലെ 6 ആരാധനാ കുടുംബങ്ങളുണ്ടെന്നും അതിനെ ലിറ്റർജിക്കൽ ഫാമിലീസ് അല്ലെങ്കിൽ ലിറ്റർജിക്കൽ റൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 6 ആരാധനാ കുടുംബങ്ങളിലെ 24 വ്യക്തിഗത സഭകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ 24 വ്യക്തിഗത സഭകളും തമ്മിൽ 3 കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ യോജിപ്പുണ്ട്, യൂണിറ്റി. അതുപോലെ തന്നെ ഈ 24 സഭകളും തമ്മിൽ
4 കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ വ്യതിരിക്തതയുമുണ്ട്, ഡൈവേഴ്സിറ്റി. അപ്പോൾ സഭയിലെ 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളിൽ 24 വ്യക്തിഗത സഭകൾ തമ്മിൽ അടിസ്ഥാനപരമായ ഐക്യമുണ്ട്, യൂണിറ്റിയുണ്ട്. ഒന്നാമത്തേതാണ് വിശ്വാസം. 24 വ്യക്തിഗത സഭകളും അവരുടെ വിശ്വാസം ഒന്ന് തന്നെയാണ്, വിശ്വാസത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. രണ്ടാമതായി കൂദാശകൾ. 24 വ്യക്തിഗത സഭകളുടെയും കൂദാശകളിലുള്ള വിശ്വാസം, 7 കൂദാശകളെ 24 വ്യക്തിഗത സഭകളും അംഗീകരിക്കുന്നു. 7 കൂദാശകളുടെ അടിസ്ഥാനപരമായ വിശ്വാസമുള്ള വ്യാഖ്യാനവും ഒന്ന് തന്നെയാണ്, കൂദാശകളിലുള്ള ഐക്യം. മൂന്നാമതായിട്ട് ഹൈരാർക്കി, അതോറിറ്റി. ഹൈരാർക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ഹോളി റൂൾ, ഹോളി അതോറിറ്റി എന്നാണ്. ഈ അധികാരത്തിൽ 24 വ്യക്തിഗത സഭകളും ഐക്യമുണ്ട്. അതായത് അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവനാണ് പത്രോസ്. അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവനായ പത്രോസിൻ്റെ പിൻഗാമിയാണ് മാർപ്പാപ്പ. അതുകൊണ്ട് മാർപ്പാപ്പയാണ് സഭയുടെ പരമാധ്യക്ഷൻ, അപ്പസ്തോലിക സംഘത്തിൻ്റെ അധ്യക്ഷൻ. 24 വ്യക്തിഗത സഭകളും പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയെ സഭയുടെ പരമ അധികാരമായി, അതോറിറ്റിയായി അംഗീകരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ 24 സഭകൾക്കും അവരുടേതായ പ്രത്യേക ഭരണ സംവിധാനങ്ങളും സുനകദോ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ സഭയുടെ പരമാധികാരം പത്രോസിന് പിൻഗാമിയായ മാർപ്പാപ്പായിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ആ ഒരു കാനോനികമായ അധികാരത്തെ 24 സഭകളും ഒരുപോലെ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളിലാണ് അടിസ്ഥാനപരമായ യൂണിറ്റി ഉള്ളത്: വിശ്വാസം, കൂദാശകൾ, അതുപോലെ തന്നെ അതോറിറ്റി, അധികാരം. എന്നാൽ അതേസമയം തന്നെ 24 വ്യക്തിഗത സഭകളും 4 കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ഒന്നാമതായി ആരാധനാക്രമം. 24 വ്യക്തിഗത സഭകൾക്കും 24 വ്യത്യസ്തമായ ആരാധനാക്രമമുണ്ട്. നമ്മളത് പഠിക്കുകയുണ്ടായി. 6 ആരാധനാ കുടുംബങ്ങളിൽ നിന്നുമാണ് 24 വ്യക്തിഗത ആരാധനാ കൂട്ടായ്മകൾ അല്ലെങ്കിൽ വ്യക്തിഗത സഭകൾ രൂപപ്പെട്ടത്. 24 സഭകൾക്കും വ്യത്യസ്തമായ ആരാധനാക്രമം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ആരാധനാക്രമങ്ങൾ തമ്മിൽ ചില യോജിപ്പുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, അന്ത്യോക്യൻ ആരാധനാ കുടുംബത്തിൽ 3 സഭകളാണുള്ളത്. അന്ത്യോക്യൻ സുറിയാനി സഭ, മാറോനൈറ്റ് സഭ, സീറോ മലങ്കര സഭ. ഈ 3 സഭകളുടെയും അടിസ്ഥാനപരമായ ആരാധന അന്ത്യോക്യൻ ആരാധനാക്രമമാണ്. അതുകൊണ്ട് അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ ഒരു കൂട്ടായ്മ ഈ 3 സഭകൾക്കുമുണ്ട്. എങ്കിലും ഈ 3 സഭകളും 3 സ്ഥലങ്ങളിൽ രൂപപ്പെട്ടു വന്നതിനാൽ ആരാധനാക്രമത്തിൻ്റെ രീതികളിൽ 3 സഭകളിലും ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ 24 വ്യക്തിഗത സഭകളിലും ആരാധനയിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് 24 വ്യക്തിഗത സഭകളിലും അതിന് ദൈവശാസ്ത്രത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞു, ഓരോ സഭയ്ക്കും അതിനൊരു അപ്പനും അമ്മയും ഉണ്ട്. ഒരു അപ്പസ്തോലനും ഒരു പ്രത്യേക സംസ്കാരം, ഒരു സ്ഥലത്തെ പ്രാദേശികമായ സംസ്കാരം, ഭാഷ, ചിന്താധാര, അതനുസരിച്ച് വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ 24 വ്യക്തിഗത സഭകൾക്കും വ്യത്യസ്തമായ ദൈവശാസ്ത്ര സമീപനങ്ങളുണ്ട്. മൂന്നാമതായിട്ട് 24 വ്യക്തിഗത സഭകൾക്കും ആധ്യാത്മികതയിൽ വ്യത്യാസമുണ്ട്. അവരാധ്യാത്മികത ജീവിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. 24 വ്യക്തിഗത സഭകളും അവർക്ക് അവരുടേതായ ആധ്യാത്മിക രീതികളുണ്ട്. നാലാമതായിട്ട് 24 വ്യക്തിഗത സഭകൾക്കും ശിക്ഷണക്രമത്തിൽ വ്യത്യാസമുണ്ട്, ഡിസിപ്ലിനിൽ വ്യത്യാസമുണ്ട്. അടിസ്ഥാനപരമായി ശിക്ഷണക്രമത്തെ പാശ്ചാത്യം, പൗരസ്ത്യം, പാശ്ചാത്യ കാനൻ ലോയും പൗരസ്ത്യ കാനൻ ലോയും, ഈസ്റ്റേൺ കാനൻ ലോയും ഇന്ന് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ വ്യക്തിഗത സഭകൾക്കും പർട്ടിക്കുലർ ലോയുണ്ട്. ഓരോ വ്യക്തിഗത സഭകൾക്കും അവരുടേതായ പ്രത്യേക നിയമങ്ങളുണ്ട്. അപ്പോൾ 24 വ്യക്തിഗത സഭകൾക്കും 4 കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ ഒരു സഭ എന്ന് പറയാൻ സാധിക്കൂ. 3 കാര്യങ്ങളിൽ ഐക്യം, വിശ്വാസം, കൂദാശ, അതോറിറ്റി, അധികാരം, ഹൈരാർക്കി. 4 കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ വൈവിധ്യം, വ്യതിരിക്തത. ആരാധനക്രമം,
ദൈവശാസ്ത്രം, ആധ്യാത്മികത, ശിക്ഷണക്രമം, നൈയാമികത എന്ന് നമ്മൾ പറയും. മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വേണം ഒരു വ്യക്തിയെ ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യാൻ എന്ന് പറയുമ്പോൾ മലങ്കര സഭയുടെ വിശ്വാസ ജീവിതം അത് അടിസ്ഥാനപരമായി ഈ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ആരാധനക്രമമായും ദൈവശാസ്ത്രവുമായും അതിൻ്റെ ആധ്യാത്മികതയുമായും അതിൻ്റെ ശിക്ഷണക്രമവുമായി അടിസ്ഥാനപരമായി വിശ്വാസ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ 4 അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടു വേണം മലങ്കര സഭയിലെ ഒരു വിശ്വാസിയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, മലങ്കര സഭയിലെ ഒരു വ്യക്തിയെ വിശ്വാസ ജീവിതത്തിൽ വളർത്തുവാൻ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആധ്യാത്മിക തലങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അത് പ്രധാനമായിട്ടും വിശുദ്ധ ബൈബിൾ, വിശുദ്ധ ആരാധനക്രമം, അതിൻ്റെ ജീവിതം, ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നേരത്തെ നമ്മൾ പഠിക്കുകയുണ്ടായി. എല്ലാ സഭകൾക്കും അങ്ങനെ തന്നെയാണ്. 24 വ്യക്തിഗത സഭകളുടെയും വിശ്വാസ ജീവിതം അതിൻ്റെ ആരാധനക്രമവുമായും വിശുദ്ധ ബൈബിളിനോടുള്ള സമീപനവും അതിൻ്റെ ജീവിത സാക്ഷ്യത്തോടുള്ള സമീപനവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസ ജീവിത ശൈലി, ആധ്യാത്മികത എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. മലങ്കര സഭയിലെ ഒരു വ്യക്തിയെ മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുക, മലങ്കര സഭയുടെ ആധ്യാത്മിക ശൈലി എന്താണ്, രീതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസ ജീവിതത്തെ 3 തലങ്ങൾ നമുക്ക് കാണാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമതായിട്ട് ആരാധനക്രമ അധിഷ്ഠിത ആധ്യാത്മികത. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഒരു പൗരസ്ത്യ സഭയായതിനാൽ അതിൻ്റെ വിശ്വാസ ജീവിതം, അതിൻ്റെ ആധ്യാത്മികത ആരാധനക്രമവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധനക്രമവുമായി ബന്ധപ്പെട്ട് 3 ആരാധനക്രമ ശൈലികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഇതാണ് യാമപ്രാർത്ഥന. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആധ്യാത്മികത അതിൻ്റെ യാമപ്രാർത്ഥനയുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, യാമപ്രാർത്ഥന എന്ന് പറയുമ്പോൾ സമയത്തിൻ്റെ വിശുദ്ധീകരണം, ലിറ്റർജി ഓഫ് ദി അവർ. യാമപ്രാർത്ഥനകൾ യഹൂദരുടെ പ്രാർത്ഥനാ രീതിയുമായി ബന്ധപ്പെടുത്തിയാണ് മലങ്കര സഭയിൽ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. യഹൂദജനം 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ മലങ്കര ആരാധനാക്രമത്തിലും 7 യാമങ്ങളിലായി പ്രാർത്ഥിക്കുന്ന രീതിയാണുള്ളത്. ഏതൊക്കെയാണ് 7 യാമങ്ങളിലെ പ്രാർത്ഥന? യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകിട്ടാണ്. വൈകിട്ട് 6 മണിക്കാണ് ദിവസം ആരംഭിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതത്തിൽ പറഞ്ഞിരിക്കുക, സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. വൈകിട്ട് 6 മണിക്കാണ് ദിവസം ആരംഭിക്കുക. പിറ്റേ ദിവസം വൈകിട്ട് 6 മണിയാകുമ്പോൾ ആ ദിവസം പൂർത്തിയാകും. അപ്പോൾ സന്ധ്യയ്ക്കാണ് ദിവസം ആരംഭിക്കുക. അപ്പോൾ വൈകിട്ട് 6 മണിക്ക്, അപ്പോൾ 24 മണിക്കൂറുള്ള ദിവസത്തെ 8 യാമങ്ങളിലായി അവർ തരംതിരിച്ചിരിക്കുന്നു. 8×3 = 24. അതിൽ 1 യാമം ഉറങ്ങാനുള്ളതാണ്. ബാക്കി 7 യാമങ്ങളിൽ അവർ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. 7.5 നാഴികയാണ് ഒരു യാമം എന്ന് പറയുക. ഒരു യാമം എന്ന് പറയുക 3 മണിക്കൂറാണ്. അപ്പോൾ വൈകിട്ട് 6 മണിക്ക് ദിവസം ആരംഭിക്കുമ്പോൾ സന്ധ്യ ആരംഭിക്കുന്നു, സന്ധ്യാപ്രാർത്ഥന. അത് കഴിഞ്ഞ് 3 മണിക്കൂർ, സന്ധ്യയ്ക്ക് 9 മണിക്ക് സൂത്താറ പ്രാർത്ഥന. സൂത്താറ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രൊട്ടക്ഷൻ, സംരക്ഷണമെന്നാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ 91-ാം സങ്കീർത്തനം സൂത്താറ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചൊല്ലുന്നത്. 3-മതായിട്ട് രാത്രി പ്രാർത്ഥന. രാത്രി പ്രാർത്ഥന ഇന്ന് പല സ്ഥലങ്ങളിലും രാത്രി 3 മണിക്ക് ശേഷം സൗകര്യമനുസരിച്ച് ചൊല്ലുന്ന രീതിയാണുള്ളത്. ചിലർ 12 മണിക്കും വളരെ ചുരുക്കം ചില ആശ്രമങ്ങളിൽ ചൊല്ലുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രഭാത പ്രാർത്ഥന രാവിലെ 6 മണിക്ക് പ്രഭാതം. സൂത്താറ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ള സമയമാണ്. അപ്പോൾ രാത്രി പ്രാർത്ഥന സാധാരണയായിട്ട് വെളുപ്പിനെ 3 മണിക്ക് ശേഷം നടത്തുന്ന പതിവാണ് പലയിടത്തും ഉള്ളത്. വെളുപ്പിനെ 6 മണി പ്രഭാത പ്രാർത്ഥന. അതിനുശേഷം 3 മണിക്കൂർ മുൻപോട്ട് പോകുമ്പോൾ 7, 8, 9 3-ാം മണിയുടെ പ്രാർത്ഥന. രാവിലെ 9 മണിക്ക് 3-ാം മണിയുടെ പ്രാർത്ഥന എന്ന് പറയും. വീണ്ടും 3 മണിക്കൂർ മുൻപോട്ട് പോകുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് 6-ാം മണിക്കൂറിൻ്റെ പ്രാർത്ഥന, 6-ാം മണിയുടെ പ്രാർത്ഥന.
വീണ്ടും 3 മണിക്കൂർ മുൻപോട്ട് പോകുമ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണി, 9-ാം മണിക്കൂറിൻ്റെ പ്രാർത്ഥന. ശിഷ്യന്മാർ വിവിധ യാമങ്ങളിൽ പ്രാർത്ഥിക്കാനായി ദേവാലയത്തിൽ പോകുന്നതിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരാമർശമുണ്ട്. കർത്താവിൻ്റെ ഉപമകളിലും സൂചിപ്പിക്കുന്നുണ്ട്. 3-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ജോലിക്ക് വന്നവർക്ക് ഒരേ ധനാറാ വീതം കൊടുത്ത കാര്യം സുവിശേഷത്തിൽ പറയുന്നു. അപ്പോൾ യഹൂദൻ 7 യാമങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അതേ രീതി തന്നെയാണ് മലങ്കര സഭയുടെ ആരാധനാ രീതിയിലും നമുക്ക് കാണാൻ സാധിക്കുക. യാമപ്രാർത്ഥനയിലും നമുക്ക് കാണാൻ സാധിക്കുക 7 യാമങ്ങളുള്ള പ്രാർത്ഥന. സൗകര്യത്തെ പ്രതി 7 യാമങ്ങളെ 3ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. രാത്രിയും പ്രഭാതവും 3-ാം മണിയും ചേർത്ത് പ്രഭാത പ്രാർത്ഥനയും, ഉച്ചയ്ക്കത്തെ 6-ാം മണിയും 9-ാം മണിയും ചേർത്ത് ഉച്ചപ്രാർത്ഥനയും, സന്ധ്യയും സൂത്താറായും ചേർത്ത് സന്ധ്യാപ്രാർത്ഥനയും, അങ്ങനെ 3ആയി പ്രാർത്ഥനകളെ ക്രമീകരിച്ചിട്ടുണ്ട്. ചില ആശ്രമങ്ങളിലും സന്യാസ മഠങ്ങളിലും സെമിനാരികളിലുമൊക്കെ അത്താഴം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപായി രാത്രി പ്രാർത്ഥന ചൊല്ലുന്ന പതിവുണ്ട്. ഇതാണ് യാമപ്രാർത്ഥനയുടെ പൊതുവായ രീതി. ചുരുക്കത്തിൽ മലങ്കര സഭയിൽപ്പെട്ട ഒരു വിശ്വാസി 3 യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. 7 യാമങ്ങളെ യേശുവിൻ്റെ പെസഹ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയും വ്യാഖ്യാനിക്കാറുണ്ട്. യേശുവിൻ്റെ പെസഹ സംഭവത്തോടനുബന്ധിച്ച് ഒരു ദിവസം ജീവിക്കുന്നതിനാണ് ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. യേശു മർക്കോസിൻ്റെ മാളികയിൽ പെസഹ സംഭവം അനുഷ്ഠിച്ചതിൻ്റെ ഓർമ്മ സന്ധ്യാപ്രാർത്ഥനയിൽ അനുസ്മരിക്കും. യേശു ഗത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച അതിൻ്റെ ഓർമ്മ സൂത്താറ പ്രാർത്ഥനയിൽ അനുസ്മരിക്കും. പ്രധാന പുരോഹിതന് മുമ്പിൽ കൊണ്ടുപോയി യേശുവിനെ ചോദ്യം ചെയ്തത് രാത്രി പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കും. പൊന്തിയോസ് പിലാത്തോസ് യേശുവിനെ വിസ്തരിക്കുന്നത് പ്രഭാത പ്രാർത്ഥനയിൽ അനുസ്മരിക്കും. യേശു കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് പോകുന്നത് 3-ാം മണിയുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കും. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന സംഭവം ഉച്ചയ്ക്ക് 6-ാം മണിയുടെ പ്രാർത്ഥനയിൽ അനുസ്മരിക്കും. യേശു കുരിശിൽ ജീവൻ വെടിയുന്നത് 9-ാം മണിയുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കും. ചുരുക്കത്തിൽ യേശുവിൻ്റെ പെസഹ സംഭവങ്ങളെ 7 യാമങ്ങളിലായി അനുസ്മരിച്ചുകൊണ്ട് യേശുവിനോട് കൂടി, അവൻ്റെ പെസഹ സംഭവങ്ങളോട് കൂടി ഒരു ദിവസം ജീവിക്കുന്നതിന് വിശ്വാസിയെ ഒരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുക. അതുപോലെ തന്നെ ആഴ്ചയിലെ 7 ദിവസങ്ങൾക്കും പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ യാമപ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തിലെ 7 യാമങ്ങളെ പെസഹ സംഭവവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടു. ഒരാഴ്ചയിലെ 7 ദിവസത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ യാമപ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഞായറാഴ്ച കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അനുസ്മരണം പ്രത്യേകമായിട്ട് നടത്തുന്നു. തിങ്കളും ചൊവ്വാഴ്ചയും അനുതാപത്തിൻ്റെ ദിവസങ്ങളായിട്ട് സഭ മനസ്സിലാക്കും. ബുധനാഴ്ച ദൈവമാതാവിൻ്റെ ദിവസമായിട്ടും വ്യാഴാഴ്ച അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും ദിവസമായിട്ടും വെള്ളിയാഴ്ച കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണയും ശനിയാഴ്ച പരേതരെ പ്രത്യേകം അനുസ്മരിക്കുന്ന ദിവസമായും ക്രമീകരിച്ചിരിക്കുന്നു. സത്യത്തിൽ എന്താണ് യാമപ്രാർത്ഥന? നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി അബ്രഹാമിൻ്റെ വെളിയിലൂടെ തുടർന്ന് യേശുവിൽ പൂർണ്ണമായി വെളിപാടിൻ്റെ ചരിത്രം അത് എഴുതിയപ്പോൾ വിശുദ്ധ ലിഖിതമായെന്നും ബൈബിളായെന്നും അത് ആഘോഷിച്ചപ്പോൾ വിശുദ്ധ കുർബാനയായി നമ്മൾ കണ്ടു. അതായത് വെളിപാടിൻ്റെ ചരിത്രം, യേശുവിൽ പൂർണ്ണമായി വെളിപാടിൻ്റെ ചരിത്രം അത് സമഗ്രമായി അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെയും ആഘോഷിക്കുന്നതാണ് വിശുദ്ധ കുർബാന നമ്മൾ കാണുകയുണ്ടായി. എന്താണ് യാമപ്രാർത്ഥന? യേശുവിൽ പൂർണ്ണമായി വെളിപാടിൻ്റെ ചരിത്രം സമഗ്രമായിട്ടല്ല, പിന്നെയോ അതിലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രാർത്ഥനാ രൂപമാണ് യാമപ്രാർത്ഥന. അപ്പോൾ വെളിപാടിൻ്റെ ചരിത്രത്തിൽ നിന്നും വിവിധ സംഭവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെയും അപേക്ഷയുടെയും സ്തുതിപ്പിൻ്റെയും ആരാധനയുടെയും നന്ദിയുടെയും ചിന്തകളെ ചേർത്ത് വെച്ചാണ് ഈ യാമപ്രാർത്ഥനകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ യാമപ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് സമയത്തിൻ്റെ വിശുദ്ധീകരണമാണ്. യാമത്തെ വിശുദ്ധീകരിക്കുകയാണ്. ദിവസത്തെ 7 യാമങ്ങളായി തിരിച്ച് 7 യാമങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനി 5:16 നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ. അതായത് നിങ്ങൾ നിരന്തരം യേശു ക്രിസ്തുവുമായി
നിങ്ങളൊരു ബന്ധത്തിലായിരിക്കണം. യേശുക്രിസ്തുവുമായി ആഴപ്പെട്ട ഒരു ബന്ധത്തിൽ നിങ്ങൾ ജീവിക്കണം. അതിനുള്ള ഉപാധിയാണ് യാമപ്രാർത്ഥന. യാമപ്രാർത്ഥന കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുക? നമ്മൾ പറഞ്ഞു സമയത്തിൻ്റെ വിശുദ്ധീകരണം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ വാഗൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയായിട്ട് അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഹൃദയവിചാരങ്ങൾ ഉയരുകയാണ്. വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിൽ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുകയാണ്. എൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ദൈവം താഴേക്ക് ഇറങ്ങി വരികയാണ്. ഞാനും ദൈവവും തമ്മിൽ ഒരാത്മബന്ധം അവിടെ രൂപപ്പെടുകയാണ്. ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്നും അനുതാപത്തിൻ്റെ നെടുവീർപ്പുകൾ, നന്ദിയുടെയും സ്തുതിപ്പിൻ്റെയും ആരാധനയുടെ നെടുവീർപ്പുകൾ, അപേക്ഷയുടെ പ്രാർത്ഥനകൾ, യാചനകൾ, ഇതൊക്കെ ദൈവസന്നിധിയിലേക്ക്, നന്ദിയുടെ പ്രകരണങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരുകയാണ്. സത്യത്തിൽ ഹൃദയവും മനസ്സും ദൈവസന്നിധിയിലേക്ക് ഉയരുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തോടെ സംസാരിക്കും, നീ വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് മണവാട്ടി മണവാളിനോട് സംസാരിക്കുന്ന സമയമാണ്. മണവാട്ടി മണവാളിൻ്റെ അടുത്തിരുന്ന് മണവാട്ടിയുടെ ആത്മനൊമ്പരങ്ങൾ, ആത്മസന്തോഷങ്ങൾ മണവാളിൻ്റെ അടുക്കൽ പങ്കുവയ്ക്കുകയാണ്. അതൊരു സ്നേഹബന്ധത്തിലാണ് അത് നടക്കുക. അതുകൊണ്ട് മണവാളനോട് സ്നേഹബന്ധമില്ലാതെ, മണവാളിനോട് ഐക്യമില്ലാതെ മണവാളനോട് എങ്ങനെ മണവാട്ടി സംസാരിക്കും? ഒരു പ്രാർത്ഥനയിൽ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട്, ഹൃദയത്തിൻ്റെ ഭാഷയുണ്ട്. മറ്റു വാക്കിൽ പറഞ്ഞാൽ മുന്തിരിയുടെ തായ്തണ്ടിനോട് ശാഖ ചേർന്നിരിക്കുന്ന ആ അവസ്ഥയാണ് പ്രാർത്ഥനയുടെ നിമിഷം എന്ന് പറയുക. പ്രാർത്ഥനയിലൂടെ ഞാൻ എന്ന വ്യക്തി യേശുക്രിസ്തു എന്ന തായ്തണ്ടിനോട് ചേർന്നിരിക്കുകയാണ്. യേശു എന്ന വ്യക്തിയോട് ഞാൻ ചേർന്നിരിക്കുമ്പോൾ, തായ്തണ്ടിനോട് ഞാൻ ചേർന്നിരിക്കുമ്പോൾ, തായ്തണ്ടിൽ നിന്നും ഞാനാന്ന് ശാഖയിലേക്ക് ജീവരസം നുരഞ്ഞു പൊങ്ങി ശാഖയിൽ ശക്തി കടന്നു വരും. അങ്ങനെ ശാഖ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ എനർജി, പോസിറ്റീവ് എനർജി, കൃപ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരുന്ന നിമിഷമാണ് പ്രാർത്ഥന. അപ്പോൾ യാമപ്രാർത്ഥനയിലൂടെ എന്നിലേക്ക് പോസിറ്റീവ് എനർജി ഞാൻ സ്വീകരിക്കുകയാണ്, കൃപ സ്വീകരിക്കുകയാണ്. പോസിറ്റീവ് എനർജി എൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് എനർജി കയറും. അതാണ് പൈശാചിക ചിന്ത, തിന്മയുടെ ചിന്ത, അശുദ്ധിയുടെ ചിന്തകളൊക്കെ. അപ്പോൾ എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു കഴിയുമ്പോൾ, ദൈവിക സാന്നിധ്യം നിറഞ്ഞു കഴിയുമ്പോൾ തിന്മയുടെ, അശുദ്ധിയുടെ, പാപത്തിൻ്റെ, പൈശാചി ചിന്തകളൊന്നും കടന്നു വരത്തില്ല. അങ്ങനെ നിരന്തരം എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പവർ ഹൗസിനോട് ചേർന്നിരിക്കുകയാണ്. എന്നിലേക്ക് കൃപ ഒഴുകി വരികയാണ്. ഏറ്റവും സിമ്പിളായൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ കുത്തിവെക്കുന്ന പോലാണ്. മൊബൈൽ ചാർജ് ചെയ്യാൻ കുത്തിവെക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ആ മൊബൈലിലേക്ക് ഒഴുകി വരികയാണ്. ആ ബാറ്ററി ചാർജ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ ചാർജ് ചെയ്യാൻ മൊബൈൽ കുത്തിവെക്കുമ്പോൾ കുത്തിവെച്ചിട്ടങ്ങ് പോവുകയല്ല, ചാർജ് കയറുന്നുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യും. അതായത് നാളെ എനിക്ക് മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ ചാർജ് കയറി എന്ന് എനിക്ക് തീർച്ച വേണം. അപ്പം ഞാൻ എങ്ങനെയും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഉള്ളിലേക്ക് കൃപ ഒഴുകി വരുന്നു എന്ന് ഞാൻ കൺഫേം ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ചു എന്ന് കടമ തീർത്തിട്ട് കാര്യമില്ല. എൻ്റെ ഉള്ളിലേക്ക് കൃപ ഒഴുകിയെത്തിയോ, ഞാൻ ചാർജ് ചെയ്യപ്പെട്ടോ, അതാണ് ചോദ്യം. അപ്പം ബോധപൂർവം ഓരോ നിമിഷവും ഓരോ യാമത്തിലും ബോധപൂർവം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അപ്പോൾ കൃപ ഒഴുകി വരുന്ന നിമിഷമാണ് പ്രാർത്ഥന, യാമപ്രാർത്ഥന. പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും, ചാർജ് ചെയ്യപ്പെടും. ഉച്ചയാകുമ്പോൾ വീണ്ടും ആ ചാർജൊക്കെ തീരും. ഉച്ചയ്ക്ക് വീണ്ടും പ്രാർത്ഥിക്കും, വീണ്ടും 6 മണിക്കൂർ കഴിയുമ്പോൾ ചാർജ് തീരും. 6 മണിക്ക് സന്ധ്യയ്ക്ക് വീണ്ടും പ്രാർത്ഥിക്കും, വീണ്ടും ചാർജ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ 3 നേരം ശരീരത്തിന് എനർജി കൊടുക്കുന്ന പോലെ, ആഹാരം കഴിച്ച് എനർജി കൊടുക്കുന്ന പോലെ ആത്മാവിന് നമ്മൾ 3 നേരം എനർജി കൊടുക്കുകയാണ്. യേശു നമ്മുടെ ഉള്ളിലോട്ട് ഒഴുകി വരാൻ തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന നിമിഷമാണ് പ്രാർത്ഥന. യേശുവിനോടുള്ള ബന്ധം അതൊരു 24/7 ബിസിനസ്സാണ്. 24 മണിക്കൂറും 7 ദിവസവും നടക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മാത്രം ചേർത്ത് വെക്കേണ്ട ബന്ധവും, ഞായറാഴ്ച പള്ളിയിൽ നിന്ന് പോകുമ്പോൾ വലിച്ചു പറിച്ച് മാറ്റുന്നൊരു ബന്ധവുമല്ല. നിരന്തരം യേശുവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലാണ് മണവാട്ടിയായ സഭ മണവാളനായ യേശുവിനോട് ആഴപ്പെട്ട ഒരു ആത്മബന്ധത്തിലാണ് കഴിയുക. അതുകൊണ്ട് മലങ്കര സഭയിൽപ്പെട്ടൊരു വിശ്വാസി 3 യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതിലൂടെ കൃപ നമ്മളിലേക്ക് ഒഴുകി വരുന്ന നിമിഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മലങ്കര ആധ്യാത്മികതയുടെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആധ്യാത്മികതയുടെ 1ാമത്തെ തലമാണ് യാമപ്രാർത്ഥന. അതിലൂടെ യേശുവുമായി
ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് ഒരു വ്യക്തി കടക്കും. ആ വ്യക്തിയിലേക്ക് കൃപയൊഴുകി വരും. പവർ ഹൗസിനോട് ചേർന്നിരിക്കുമ്പോൾ എനർജി ഒഴുകി വരുന്നത് പോലെ നമ്മളിലേക്ക് കൃപ ഒഴുകി വരുന്ന നിമിഷമാണ് യാമപ്രാർത്ഥന. 3 നേരം ചിലർ പ്രാർത്ഥിക്കുന്നതിൽ ബുദ്ധിമുട്ട് പറയാറുണ്ട്. ഈ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നല്ലൊരു ശതമാനം ആളുകൾക്കും ബോധ്യമുണ്ട്. ഉച്ചപ്രാർത്ഥന നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ സാധിക്കുക. എല്ലാവർക്കും കൗമ കാണാതറിയാം. മലങ്കര സഭയിലെ കൗമ പ്രാർത്ഥന എല്ലാവർക്കും കാണാതറിയാം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനുള്ള പ്രാർത്ഥനയും കാണാതറിയാം. വിശ്വാസ പ്രമാണം, സർവശക്തനായ പിതാവും എന്നുള്ള വിശ്വാസ പ്രമാണവും കാണാതറിയാം. ഈ 3 കാര്യങ്ങൾ ചൊല്ലിയാൽ ഉച്ചപ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാന പ്രാർത്ഥനയായി. വേണമെങ്കിൽ ഇത്രയും പ്രാർത്ഥനയൊക്കെ ഉച്ചയ്ക്ക് ആർക്കും ചൊല്ലാം. ഒരു 5 മിനിറ്റ് മനസ്സ് വെച്ചാൽ ഈ 3 പ്രാർത്ഥനകൾ, കൗമാ പ്രാർത്ഥനയും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെയും വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിന് ആർക്കും സാധിക്കും. പക്ഷെ മനസ്സുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യേശുവുമായി ആഴപ്പെട്ട വ്യക്തിബന്ധത്തിന് ഇത് ആവശ്യമാണ് എന്നാണ് സഭയുടെ ബോധ്യം. ആരാധനക്രമ ആധ്യാത്മികയിലെ 2ാമത്തെ യാഥാർത്ഥ്യം കൂദാശകൾ. നമുക്കറിയാം 7 കൂദാശകളിൽ 2 കൂദാശകളാണ് നാം റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും. കാദേശ് എന്ന സുറിയാനി വാക്കിൽ നിന്നുമാണ് കൂദാശ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. കാദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ്. കൂദാശ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകി വരുന്ന കർമ്മമാണ് കൂദാശകൾ. യേശു തൻ്റെ പരിശുദ്ധകാലത്ത് നടത്തിയ വിശുദ്ധീകരണ ശുശ്രൂഷകൾ സഭയിൽ ഇന്നും കൂദാശകളിലൂടെ നൽകപ്പെടുന്നു. അതായത് യേശുവിൻ്റെ പരസ്യയുഗകാലത്തെ വിശുദ്ധീകരണ ശുശ്രൂഷകൾ സഭയിൽ ഇന്ന് കൂദാശകളിലൂടെ വിശ്വാസികൾക്ക് അനുഭവമായി തീരുന്നു. യാമപ്രാർത്ഥനയിൽ യേശു നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വന്ന് നമ്മളിലേക്ക് എനർജി അല്ലെ കൃപ നാം സ്വീകരിക്കുന്നു നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ വിശുദ്ധ കൂദാശയിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ യേശു എന്ന വ്യക്തി പൂർണ്ണമായി നമ്മിലേക്ക് വന്ന് നമ്മിൽ വാസമുറപ്പിക്കുകയാണ്. ഞാനും യേശു ക്രിസ്തുവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് വരികയാണ്, ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക്. യേശുവിൻ്റെ ശരീര രക്തങ്ങൾ എൻ്റെ നാവിലൂടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. യേശുവിൻ്റെ വാക്ക് എൻ്റെ ചെവിയിലൂടെ, അവൻ്റെ സാന്നിധ്യം എൻ്റെ ചെവിയിലൂടെ ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനെ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ കടന്നു വന്ന് ആഴപ്പെട്ട ഒരു സംസർഗത്തിലേക്ക് കടന്നു വരുന്ന നിമിഷമാണ് കൂദാശ. അതുകൊണ്ടാണ് ആരാധനക്രമത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുക കൂദാശകളുടെ കൂദാശ എന്നാണ്. ലിറ്റർജി മേക്സ് ദ ചർച്ച്, എക്സ്പ്രസസ് ദ ചർച്ച്, മാനിഫെസ്റ്റ് ദ ചർച്ച്. ആരാധനയാണ് സഭയെ സൃഷ്ടിക്കുന്നതും പ്രകടമാക്കുന്നതും. ലിറ്റർജി ഈസ് ദി ബ്രത്ത് ഓഫ് ദി ചർച്ച്. സഭയുടെ ശ്വാസമാണ് ആരാധന. നമുക്കറിയാം, ഒരു ദേവാലയത്തിൽ, മനോഹരമായ ദേവാലയം അവിടെയുണ്ട്. പക്ഷെ അവിടെ വിശുദ്ധ കുർബാന നടക്കുന്നില്ലെങ്കിൽ ആ പള്ളിക്ക് ജീവനില്ല. അതൊരു മരിച്ച ദേവാലയമാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ നിറവുണ്ടാകുക. അതുകൊണ്ട് കൂദാശയായ വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ വിശുദ്ധ കുമ്പസാരം, ഈ 2 കൂദാശകളുമായിട്ടുള്ള ആഴപ്പെട്ട ഒരു ബന്ധം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വളരെ ആവശ്യമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, കൂദാശകളുടെ കൂദാശ. അതുകൊണ്ടാണ് വത്തിക്കാൻ സുനോദോസ് വളരെ അടിസ്ഥാനപരമായിട്ട് പറയുന്നു, liturgy is the supreme act of the church, the supreme expression of the church. യേശു ക്രിസ്തു പൂർണ്ണമായി സന്നിഹിതനായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന മറ്റൊരു നിമിഷവും സഭയുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് വിശ്വാസികൾ വിശുദ്ധ കുർബാനയോട്, ആരാധനയോട് വളരെ ചേർന്ന് നിൽക്കണം. വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന യാഥാർത്ഥ്യമാണ് വിശുദ്ധ കുർബാന എന്ന്. എന്നാൽ പലപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതിനോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്താണ് എന്ന് ചിന്തിക്കേണ്ടതും ഈ തരുണത്തിൽ ആവശ്യമാണ്. എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കടമ തീർക്കാൻ കർമ്മങ്ങൾ ആയിട്ട് അനുഷ്ഠിക്കുന്ന പലരുമുണ്ട്. യഥാർത്ഥത്തിൽ യേശുവുമായി ആഴപ്പെട്ട ഒരു വ്യക്തിബന്ധത്തിലേക്ക് ഞാൻ വളരുന്നുണ്ടോ? അതിന് വിശുദ്ധ കുർബാന എന്നെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്? യേശുവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക്, എൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാനയുടെ നിമിഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തുവുമായും പരിശുദ്ധ തൃത്വവുമായും ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിൽ ഏർപ്പെടാൻ വിശുദ്ധ കുർബാന പോലെ മറ്റൊന്നും സഭയുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലുമുള്ള വിശുദ്ധ കുർബാന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസ ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ്. കഴിയുമെങ്കിൽ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും ഏറ്റവും അനുഗ്രഹപ്രദമാണ്
എന്ന് നമുക്കറിയാം. കൂദാശകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുക. രണ്ടാമത്തേതാണ് വിശുദ്ധ കുമ്പസാരം. ദൈവവുമായും മനുഷ്യ വ്യക്തികളുമായും അനുരഞ്ജനപ്പെടുന്നതിനും വ്യക്തിബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും കുമ്പസാരം പോലെ അഭിഷേകമുള്ള മറ്റൊരു നിമിഷവും സഭയുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ദൈവവുമായും മറ്റു മനുഷ്യ വ്യക്തികളുമായും അനുരഞ്ജനപ്പെടുന്നതിനും പാപമോചനം പ്രാപിക്കുന്നതിനുമുള്ള ദൈവിക കൃപ സ്വീകരിക്കുന്ന നിമിഷമാണ് കുമ്പസാരം എന്ന് പറയുക. ജെറമിയ 17:9 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ഹൃദയം മറ്റെല്ലാത്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാമിതം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഹൃദയം മറ്റെല്ലാത്തിനേക്കാളും കപടതയുള്ളതും ദുഷിച്ചതുമാണ്, അതിനെ ആരാഞ്ഞറിയുവാൻ ആർക്കാണ് സാധിക്കുക? മത്തായിയുടെ സുവിശേഷം 15:8 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ വായിൽ നിന്നും വരുന്ന ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാകുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഹൃദയമാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം. ജെറമിയ 4:14: ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ചുരുക്കത്തിൽ ഹൃദയമാണ് എല്ലാ തിന്മയുടെയും കേന്ദ്രം. സഹോദരങ്ങളെ, എൻ്റെ കയ്യിൽ ചെളി പറ്റിയാൽ കഴുകിക്കളയാം, എൻ്റെ കുപ്പായത്തിൽ ചെളി പറ്റിയാൽ കഴുകിക്കളയാം. ഹൃദയത്തിനുള്ളിലാണ് ചെളി പറ്റിയതെങ്കിലോ അത് കഴുകിയാൽ പോകത്തില്ല. അതിന് ഓപ്പറേഷൻ ആവശ്യമാണ്. ഹൃദയത്തിലാണ് ചെളി പറ്റിയതെങ്കിൽ വാട്ട് വി നീഡ് ഈസ് ആൻ ഓപ്പറേഷൻ. ഹൃദയ ശസ്ത്രക്രിയയാണ് അതിനാവശ്യം. അത് സാധാരണ ഒരു കഴുകൽ കൊണ്ട് പോകുന്നതല്ല. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞത്: നിങ്ങളുടെ വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2:13. ജെറമ്യ പ്രവാചകൻ പറയുന്നു: യൂദാനിവാസികളെ, ജെറുസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളതിനെ പരിച്ഛേദനം ചെയ്യുവിൻ, ഹൃദയപരിച്ഛേദനം സ്വീകരിക്കുവിൻ. വിശുദ്ധ പൗലോസ്ലീഹായും ഹൃദയത്തിൻ്റെ പരിച്ഛേദനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുമ്പസാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹൃദയ ശസ്ത്രക്രിയയാണ്. വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത്. അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവിന് സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്ന നിമിഷമാണ്. നമ്മുടെ പാപക്കറകളെ തുടച്ചു മാറ്റുന്ന നിമിഷമാണ്. അങ്ങനെ ദൈവവുമായും മനുഷ്യ വ്യക്തികളുമായും പ്രകൃതിയുമായും ഞാനെന്ന വ്യക്തിയുമായും അനുരഞ്ജനത്തിലേക്ക് നയിക്കപ്പെടുന്ന നിമിഷമാണ്. 4 തലത്തിലുള്ള അനുരഞ്ജനം അവിടെ നടക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ എന്നോട് തന്നെ അനുരഞ്ജനപ്പെടുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ ദൈവത്തോട് അനുരഞ്ജനപ്പെടുകയാണ്. മൂന്നാമതായിട്ട് ഞാൻ എൻ്റെ സഹോദരനുമായിട്ട് അനുരഞ്ജനപ്പെടുകയാണ്. നാലാമതായിട്ട് ഞാൻ പ്രകൃതിയുമായി അനുരഞ്ജനപ്പെടുകയാണ്. എല്ലാവരോടും അനുരഞ്ജനപ്പെട്ട് ഒരു സ്നേഹബന്ധത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു നിമിഷമാണ് കുമ്പസാരം എന്ന കൂദാശ. ആരാധനക്രമ ആധ്യാത്മികതയിലെ പ്രധാനപ്പെട്ട ഒരു കൂദാശയാണല്ലോ കുമ്പസാരം. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന 2 കൂദാശകളാണ് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും. കുമ്പസാരത്തിൻ്റെ അടിസ്ഥാന ചിന്താധാര കൺവേർഷനാണ്, മനസ്സാന്തരമാണ്. ടേൺ ബാക്ക്, കൺവേർട്ട്, മെത്തനോയിയ എന്ന് ഗ്രീക്കിൽ പറയും. നമ്മൾ ജീവിക്കുന്ന തെറ്റായ വഴിയിൽ നിന്നും ദൈവത്തിൻ്റെ വഴിയിലേക്കുള്ള മാറ്റമാണത്. പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വഴി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ചു വേണം സുവിശേഷത്തിൽ വിശ്വസിക്കാൻ. അനുതാപം, പശ്ചാത്താപം, മനസ്സാന്തരം എല്ലാം പരസ്പരം ബന്ധിതമാണ്. യോഹന്നാൻ സ്നാപകനും അത് തന്നെയാണ് പഠിപ്പിച്ചത്, പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വഴി. കൺവേർട്ട്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായും അതുതന്നെ പറഞ്ഞു. നവസുവിശേഷവൽക്കരണം കുമ്പസാരക്കൂട്ടിൽ നിന്നും വേണം ആരംഭിക്കാൻ. വിശുദ്ധീകരണം, നവീകരണം. കുമ്പസാരം ഏറ്റവും ആവശ്യമായ നമ്മെ വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ്. അത് നമ്മുടെ ആധ്യാത്മികതയെ വളരെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. ആരാധനക്രമ ആധ്യാത്മികതയിലെ 3ാമത്തെ യാഥാർത്ഥ്യമാണ് നോമ്പ്, വർജന, ഉപവാസം. പൗരസ്ത്യ ആധ്യാത്മികതയിൽ പ്രത്യേകിച്ച് അന്ത്യോക്യൻ ആരാധനക്രമത്തിൽ നോമ്പിനും വർജനയ്ക്കും ഉപവാസത്തിനും വലിയ പ്രാധാന്യമാണ്. അന്ത്യോക്യൻ ആരാധനക്രമത്തിൽ 6 നോമ്പുകളാണുള്ളത്. നമുക്കറിയാം, വലിയ നോമ്പ് അല്ലെങ്കിൽ 50 നോമ്പ്, കർത്താവിൻ്റെ ജന്മത്തിരുന്നാളുമായി ബന്ധപ്പെട്ട 25 നോമ്പ്, ദൈവമാതാവിൻ്റെ സ്വർഗാരോപണവുമായി ബന്ധപ്പെട്ട് 15 നോമ്പ്, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ 13 നോമ്പ്, ദൈവമാതാവിൻ്റെ ജന്മത്തിരുന്നാളുമായി ബന്ധപ്പെട്ട് 8 നോമ്പ്, പിന്നെ നമ്മൾ 3 നോമ്പ് എന്നിങ്ങനെ 6 നോമ്പുകളാണ് സഭയിൽ പൊതുവായി അനുഷ്ഠിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് വർജന പ്രത്യേകമായിട്ട് സഭ പറയുന്നുണ്ട്.
ഇറച്ചി, മുട്ട, മീൻ ഇതൊക്കെ നോമ്പ് കാലത്ത് ഉപേക്ഷിക്കണം, വർജിക്കണം. സഭയുടെ അടിസ്ഥാനപരമായ വർജനയിൽ നോമ്പ് കാലത്ത് പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ സൗകര്യത്തെ പ്രതി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ചില ഇളവുകൾ സഭ അനുവദിച്ചിട്ടുണ്ട്. 50 നോമ്പിൽ ഇറച്ചി കൂട്ടാൻ പാടില്ല. ഹോളി വീക്കിന് ഇറച്ചിയും മുട്ടയും മീനും, ദുഃഖവെള്ളിയാഴ്ച ഇറച്ചിയും മുട്ടയും മീനും പാടില്ല. കൂടാതെ പാലും പാലുൽപ്പന്നങ്ങളും ഉപേക്ഷിക്കണം. ഇത്രയുമാണ് 50 നോമ്പുമായി ബന്ധപ്പെട്ട്. 25 നോമ്പിന് ഇറച്ചി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. 3 നോമ്പിന് ഇറച്ചിയും മുട്ടയും മീനും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. ഇത്രയുമാണ് പൊതുവായിട്ടുള്ള വർജനയെക്കുറിച്ചുള്ള സഭയുടെ നിർബന്ധം ഉള്ള വർജന എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ സഭയുടെ പരമ്പരാഗതമായ വർജന രീതി എന്ന് പറയുക നോമ്പ് കാലത്ത് പൂർണ്ണമായും വെജിറ്റേറിയൻ ആയിരിക്കുക, ഇറച്ചിയും മുട്ടയും മീനും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പൊതുവായ വർജന രീതി. യഹൂദരുടെ ആധ്യാത്മികതയിലും നോമ്പിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കർത്താവ് 40 ദിവസം നോമ്പ് നോറ്റു, ഉപവസിച്ചു. ഏലിയ നോമ്പ് നോറ്റു, മോശ നോമ്പ് നോറ്റു, പ്രവാചകന്മാരൊക്കെ നോമ്പ് നോറ്റു. അപ്പോൾ യഹൂദ മതത്തിൽ നോമ്പിനും ഉപവാസത്തിനും വർജനയ്ക്കുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നോമ്പ് എന്ന് പറയുന്നതിലെ 2 യാഥാർത്ഥ്യങ്ങളാണ് വർജനയും ഉപവാസവും. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ഒത്തുവസിക്കുക. നോമ്പ് കാലങ്ങളിൽ കർത്താവിനോട് ഒത്തുവസിക്കുവാൻ നാം സമയം കണ്ടെത്തുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് ഉപവസിക്കുക. അത് ആഹാരം കഴിക്കാതെ ആകുമ്പോൾ കുറെ കൂടെ തീക്ഷ്ണത തന്നെ രൂപപ്പെടും. അപ്പോൾ ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, നാം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നാം എടുക്കുന്ന പെയിൻ കർത്താവിനോട് ഒത്തുവസിക്കാൻ നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തും. കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മീയമായ നിറവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കർത്താവിനോട് ഒത്തുവസിക്കാനുള്ള നിമിഷമാണത്. ഉപവാസത്തെക്കുറിച്ച് നാം പഠിക്കുകയായിരുന്നല്ലോ. സഭയിൽ പൊതുവായിട്ട് ഉപവാസ രീതി എന്ന് പറയുന്നത് ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടാണ് ഉപവസിക്കുക. അന്ത്യോക്യൻ പാരമ്പര്യത്തിലും ഈസ്റ്റ് സിറിയൻ സഭാ പാരമ്പര്യത്തിലും രാവിലെ മുതൽ സന്ധ്യ വരെ, സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയമാണ് ഉപവാസത്തിൻ്റെ സമയം. ആ സമയം ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉപവാസം കൊണ്ട് ലക്ഷ്യമാക്കുക. എന്നാൽ സൗകര്യത്തെ പ്രതി ഉപവാസം ഒരു നേരമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. പലപ്പോഴും ഉപവാസം രാവിലത്തെ ആഹാരം ഒഴിവാക്കിക്കൊണ്ടാണ് ഉപവാസം നിർവഹിക്കുക. വെള്ളിയാഴ്ചകളിലും ബുധനാഴ്ചകളിലുമാണ് മലങ്കര സഭയിൽ, പൗരസ്ത്യ സഭയിൽ പൊതുവായിട്ട് ഉപവാസം നിർവഹിക്കുക. വെള്ളിയാഴ്ച കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ദിവസമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ബുധനാഴ്ച ദൈവമാതാവിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ദിവസവുമാണ്. അപ്പോൾ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ് ഉപവാസത്തിൻ്റെ പൊതുവായ രീതി. പൗരസ്ത്യ രീതി അനുസരിച്ച് നോമ്പ് കാലത്തെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസങ്ങളും ഉപവസിക്കണമെന്നുള്ളതാണ് പൊതുവായ നിഷ്കർഷ. എന്നാൽ സൗകര്യത്തെ പ്രതി വെള്ളിയാഴ്ച മാത്രമായി ആ ഉപവാസം ചുരുക്കിയിട്ടുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നിയമമനുസരിച്ച് 50 നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചയും പ്രഭാത ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഉപവാസം സഭ നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ നോമ്പിൻ്റെ ആരംഭ ദിവസമായ തിങ്കളാഴ്ച ശുബുക്കോനോയുടെ ദിവസം ഉപവാസം എടുക്കണമെന്ന് സഭ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച പ്രഭാതം മുതൽ ശുശ്രൂഷ തീരുന്നതുവരെ സമയവും ഉപവാസമായി സഭ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 നോമ്പിൻ്റെ 2-ാം ദിവസവും പ്രഭാതത്തിൽ ഉപവാസമായി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വർജന എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ, ചേർന്നിരിക്കുവാൻ തടസ്സമായി എല്ലാറ്റിനെയും വർജിക്കുക എന്നുള്ളതാണ്. കർത്താവിനോട് ഒത്തുവസിക്കുവാൻ, ഉപവസിക്കുവാൻ, ചേർന്ന് വസിക്കുവാൻ, ചേർന്ന് നിൽക്കുവാൻ തടസ്സമായി എല്ലാറ്റിനെയും വർജിക്കുക. അതാണ് വർജന. അതിന് അടയാളമായിട്ടാണ് നമ്മൾ, പ്രതീകമായിട്ടാണ് ഇറച്ചിയും മുട്ടയും മീനും ഒക്കെ നമ്മൾ വർജിക്കുക, വേണ്ടെന്ന് വെക്കുക. ഇപ്പോൾ ഇറച്ചിയും മുട്ടയും മീനും വേണ്ടെന്ന് വെച്ച് വർജിച്ചിട്ട് മറ്റു പാപങ്ങളിൽ നാം ഇൻവോൾവ് ആയാൽ, മറ്റു പാപങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാപ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഇറച്ചിയും മുട്ടയും മീനും വർജിച്ചതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. വർജന എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവുമായി ആഴപ്പെട്ട വ്യക്തിബന്ധം പുലർത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും വർജിക്കണം. അതാണ് സത്യത്തിൽ വർജന. അപ്പോൾ നോമ്പ്, വർജന, ഉപവാസം ഇവയിലൂടെ നമ്മളെ തന്നെ ശിക്ഷണപ്പെടുത്തുകയാണ്.
ശിക്ഷണത്തിന് വിധേയരാക്കുകയാണ്. നമ്മൾ തന്നെ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും ചിന്തകളെയും നിയന്ത്രണത്തിന് കീഴിലാക്കുവാൻ ഉള്ള പരിശീലനമാണ് നോമ്പിലൂടെ നമ്മൾ നേടുക. പിശാചിനെതിരെയും തിന്മയ്ക്കെതിരെയും പാപത്തിനെതിരെയും പോരാടുവാനുള്ള ആത്മീയ ശക്തിയാണ് ഈ നോമ്പിലൂടെ ഉപവാസത്തിലൂടെയും വർജനയിലൂടെയും നമ്മൾ നേടിയെടുക്കുക. എനിക്ക് ലോകത്തിൽ ഒരുപക്ഷെ ആരെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കും. എനിക്ക് എന്നെ തന്നെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എൻ്റെ ഇച്ഛകളെ, എൻ്റെ മോഹങ്ങളെ, എൻ്റെ താല്പര്യങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് നോമ്പ് എന്ന് പറയുന്നത് എന്നെ തന്നെ വിജയിക്കാൻ, എൻ്റെ ഇച്ഛകളെയും മോഹങ്ങളെയും താല്പര്യങ്ങളെയും വിജയിക്കാൻ എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്ന, രൂപപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് നോമ്പ്. മലങ്കര സഭയുടെ ആധ്യാത്മികതയുടെ 3 തലങ്ങൾ നമ്മൾ കണ്ടു. അത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ 3 തലങ്ങളാണ്. ആരാധനക്രമ ആധ്യാത്മികതയിലെ 3 തലങ്ങളാണ് നമ്മൾ കണ്ടത്. 1 യാമപ്രാർത്ഥന, 2 കൂദാശകൾ, 3 നോമ്പ്, വർജന, ഉപവാസം. ഇനി 2 കാര്യങ്ങൾ കൂടിയുണ്ട്. 4-ാമത്തേതാണ് വിശുദ്ധ ലിഖിതത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത. 5-ാമത്തേത് സ്വയം വിശുദ്ധീകരണവും സാക്ഷ്യ ജീവിതവും. 5 തലങ്ങളിലാണ് മലങ്കര സഭയുടെ ആധ്യാത്മികത നമ്മൾ മനസ്സിലാക്കുക. ആദ്യത്തെ 3 ആരാധനക്രമ അധിഷ്ഠിത ആധ്യാത്മികതയും, 4-ാമത്തേത് വിശുദ്ധ ലിഖിതത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയും, 5-ാമത്തേത് സ്വയം വിശുദ്ധീകരണവും സാക്ഷ്യ ജീവിതവും അതിൽ അടിസ്ഥാനമാക്കിയ ആധ്യാത്മികതയും. ആദ്യത്തിന് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി, 2-ാമത്തേത് ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി, 3-ാമത്തേത് ദിയാക്കോണൽ സ്പിരിച്വാലിറ്റി, ശുശ്രൂഷയിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 4ഉം 5ഉം തലങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മതബോധനത്തിൻ്റെ കാറ്റഗേസിൻ്റെ ലക്ഷ്യമെന്താണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഒരു വിശ്വാസിയെ ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക എന്നതാണെന്നും അതിലൂടെ പരിശുദ്ധ തൃത്വവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുക എന്നുള്ളതും, അങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു വ്യക്തിയെ ഒരുക്കുക എന്നുള്ളതും, അങ്ങനെ നിത്യരക്ഷയെ നോക്കി പാർത്ത് ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുക എന്നുള്ളതുമാണ് മലങ്കര സഭയുടെ മതബോധനത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി. ഇനി മലങ്കര സഭയുടെ വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റേതായ ഒരു വിശ്വാസ ശൈലിയുണ്ട്. ആ ശൈലി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ 5 തലങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അത് ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായി 3 കാര്യങ്ങൾ: യാമപ്രാർത്ഥന, കൂദാശകൾ, നോമ്പ്, വർജന, ഉപവാസം. വിശുദ്ധ ലിഖിതത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത 4-ാമത്തേത് മനസ്സിലാക്കി. 5-ാമത്തേത് ശുശ്രൂഷയിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത, സ്വയം വിശുദ്ധീകരണവും സാക്ഷ്യ ജീവിതവും. 4ഉം 5ഉം തലങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.